സോ ഹലോ ഗായ്സ്, ശ്രീ ഹിയർ. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. 13-ാം തീയതി ആയപ്പം ഇലക്ഷൻ്റെ കത്തിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഗായ്സ്, എനിക്കൊരു ഫോണിനെ കുറിച്ച് സംസാരിക്കാനുണ്ട്. ഫോൺ വേറൊന്നുമല്ല, ഇതാ, ദിസ് ഈസ് ദി പിക്സൽ 10. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങിച്ചു, കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ഐ ബിലീവ് ഇത് വളരെ ഒരു അണ്ടർ റേറ്റഡ് അല്ലെ, റഡാറിൽ കാണാതെ വിട്ട് പോയ ഫോണുകളിലൊന്നാന്ന് തോന്നുന്നത്. കാരണം ഫൈനലി പിക്സൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം നെയിൽ ചെയ്തിരുന്നു. നല്ലൊരു ഫോൺ മാർക്കറ്റിലേക്ക് തന്നു, പക്ഷേ അതിന് വേണ്ട ഒരു അപ്രിസിയേഷൻ കൊടുത്തില്ല. അതൊരു ഫീൽ എനിക്കുണ്ട്. ഒരു വേ ഞാൻ ഇതാണോ ദി ബെസ്റ്റ് ഫോൺ അണ്ടർ 65,000 എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതായിരിക്കാം, ആവാതിരിക്കാം, മേ ബി ഫോർ യു, മേ ബി നോട്ട് ഫോർ യു. പക്ഷേ കുറച്ച് കാര്യങ്ങളിൽ എനിക്ക് ഈ ഫോണിനോട് മതിയായ ബഹുമാനവും കാര്യങ്ങളുണ്ട്. ഈ ഫോൺ പിക്സൽ 10 തരുന്നൊരു എക്സ്പീരിയൻസ് ഈ പ്രൈസ് റേഞ്ചിൽ ഒന്നും തരത്തില്ല. സത്യസന്ധമായി ഞാൻ പറയാം, ഇതിൻ്റെ OS ആയിക്കോട്ടെ, ഇതിൻ്റെ ഇൻഹാൻഡ് ഫീൽ ആയിക്കോട്ടെ, ഇതിൻ്റെ ഹാപ്റ്റിക്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ വൈബ്രേഷൻസ് ആയിക്കോട്ടെ, അതല്ല സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ ഇറ്ററേറ്റ് ചെയ്തേക്കുന്നൊരു ഒരു ടോപ്പ് ഓഫ് ദ ലൈൻ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരുപാട് ഫോണിൽ കിട്ടത്തില്ല. അതാണ് സത്യം. ഈ ഫോണാണ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എനിക്കിതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. എനിക്ക് ഐഫോണിനെ കാട്ടിയും എല്ലാത്തിനെ കാട്ടിയും സുപ്രീം എക്സ്പീരിയൻസ് ആയി കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആദ്യമേ തന്നെ ഞാൻ പറയാനുള്ളത് എന്താ, അതിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ, ബിൽഡ് ലൈക്ക് എ ടാങ്ക്, നല്ല സോളിഡ് ആണ്. വിർട്ടസ് 2 ബാക്കിൽ ഫ്രണ്ടിലും വിർട്ടസ് 2 സുപ്രീം ഗ്ലാസ്, അലുമിനിയം ഫ്രെയിം. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഐക്കോണിക് ഡിസൈൻ, ഐക്കോണിക് ഫിനിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായത് തന്നെ ഇറ്റ് ഈസ് ഭയങ്കര ഉപയോഗിക്കാൻ രസമുള്ളൊരു ഫോൺ. രണ്ടാമത്തെ സാധനം എന്ന് വെച്ചാൽ അതിൻ്റെ ഡിസ്പ്ലേ സൂപ്പർ കളർഫുൾ, സൂപ്പർ ബ്രൈറ്റ്. എനിക്ക് കറക്റ്റ് ഈ റിവ്യൂ ഞാൻ അവരോട് പേപ്പർ ബേസിസ് സ്പെക്ക് പറയണില്ല, കറക്റ്റ് നിച്ച് കാര്യങ്ങൾ ഒക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് ഡിസ്പ്ലേനൊന്നും ഒരു ഇഷ്യൂ വരത്തില്ല. പിന്നെ നെക്ക് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് LTPO എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഒന്നെങ്കിൽ 120 Hz അല്ലെ 60 Hz. അതെങ്ങനെ ബാറ്ററി ലൈഫിനെ അഫക്റ്റ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഡിസ്പ്ലേ, കണ്ടന്റ് ക്വാളിറ്റിക്കായി എല്ലാ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻ, ബെൽസ് ആൻഡ് വിസിൽസ് ആൻഡ് എല്ലാ സംഭവവും ഉണ്ട്. ആൻഡ് ആ സ്പീക്കേഴ്സ് വെരി ലൗഡ് ഫോർ ദിസ്. എന്താ പറയുക, ഈ ഒരു ചെറിയൊരു ഫോണിന് നല്ല ലൗഡ് സ്പീക്കേഴ്സ് ആയത് കിട്ടിയേക്കണേ. സ്പീക്കേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം ഞാൻ വീണ്ടും എടുത്ത് പറയാം, പിക്സൽ 10 പ്രോവിനകത്തും അല്ലെങ്കിൽ ഐഫോൺ 17 Pro Maxനകത്തൊക്കെ ഹാപ്റ്റിക്സ് ആണ് എൻ്റെ കാഴ്ചയിൽ ദി ബെസ്റ്റ് ഹാപ്റ്റിക്സ്. ആ സെയിം ഹാപ്റ്റിക്സ് ഇതിനകത്തുണ്ട്. ഹാപ്റ്റിക്സ് എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇഡറേറ്റ് ചെയ്യണം, ഹാപ്റ്റിക്സ് എങ്ങനെ ഇഡറേറ്റ് ചെയ്തതിൻ്റെ പ്രൈം എക്സാമ്പിൾ പിക്സൽ ലോഞ്ചർ ഉപയോഗിക്കണം. പിക്സൽ OS നിങ്ങൾ ഉപയോഗിച്ചാലേ അത് കിട്ടത്തുള്ളൂ. ഞാനൊരു ഫാൻ ഓഫ് ഹാപ്റ്റിക്സ് ആയിപ്പോയി. ഭയങ്കര വെറുപ്പിക്കണ വൈബ്രേഷൻ മോട്ടറൊന്നുമല്ല, പക്ഷേ സട്ടിൽ കാര്യങ്ങൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ട് വേറൊരു ഫോണിലേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഹാപ്റ്റിക്സ് സുപ്രീം ലെവൽ ഓഫ് ഹാപ്റ്റിക്സാണ്. ഇനി വേറെ കാര്യം നമുക്ക് അടുത്ത് പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഫോണിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ദാറ്റ് ഈസ് ദ ഫോം ഫാക്ടർ ആൻഡ് ഡിസൈൻ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇസ് ബിൽഡ് ഫോർ എസ് ഹാർഡ്വെയർ. ആ ഒരു ഇൻ്റഗ്രേഷൻ ആണ്, അത് ഒരു രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആപ്പിളിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. അത് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ വരുന്ന പിക്സൽ. ഫോർ എക്സാമ്പിൾ, ഇതിനകത്ത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റ് ഒക്കെയാണ്. ഫ്രം ദ മൊമെൻറ്റ് യു ഓപ്പൺ ദ ഫോൺ, ആ ഒരു ടാക്ടൈൽ അനിമേഷൻ തൊട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസും എല്ലാം ഈ സുപ്രീം എന്ന് എനിക്ക് പറയുള്ളൂ. വേറൊരു കാര്യം വീണ്ടും ഞാൻ എടുത്തെടുത്ത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു കൺസേണിനെ കുറിച്ച് പറയാം. ഹൗ ഈസ് ദി ബാറ്ററി ലൈഫ് ആൻഡ് ഹീറ്റിംഗ്? പിക്സൽ എടുക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും ടെൻഷനും എല്ലാവർക്കും വേവലാതിയുള്ള സാധനമാണ്. 4970 mAh അങ്ങനെ എന്തോ ഒരു mAh അതിന് കൊടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് 5000 mAh ബാറ്ററി ലൈഫ്. 7 hours പ്ലസ് സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് കിട്ടും. അത് എനിക്ക് കൺഫേം ചെയ്ത് പറയാം. ഈവൻ വിത്തൗട്ട് LTP ഞാൻ മിസ് ചെയ്തിട്ട് പോലുമില്ല. കാരണം ബാറ്ററിയിൽ അങ്ങനെ ഒരു ഹിറ്റ് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് സത്യം. എൻ്റെ യൂസ് കേജിൽ ഞാൻ ഗെയിം കളിക്കാറില്ല. ഞാൻ കാഷ്വലി ഫോട്ടോസ് എടുക്കും, വീഡിയോസ് എടുക്കും, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ അങ്ങനത്തെ ഒരു ആളാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഗെയിമൊന്നും കളിക്കാറില്ല. അങ്ങനത്തെ യൂസേജിന് സൂപ്പർ ബാറ്ററി ലൈഫ് എങ്ങനെ ഒരു 1 day കിട്ടുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നൊരു ഫോണാണ്. അതും ഇതൊരു 6.3 inch ഉള്ളൊരു കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് നല്ല ബാറ്ററി ലൈഫ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇറ്ററേഷൻസ് ലൈക്ക് ഗ്ലാൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിക്സൽ എക്സ്ക്ലൂസീവ്, പിന്നെ കോൾ സ്ക്രീനിങ്, ഒരുപാട് പിക്സൽ എക്സ്ക്ലൂസീവ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് എന്ന് പറയാം. നിങ്ങളിപ്പോൾ ഫോട്ടോസ് എടുക്കുമ്പം മാജിക് എറേസർ ആയിക്കോട്ടെ, നിങ്ങളിപ്പം കോൾ സ്ക്രീനിങ്, അതേപോലെ തന്നെ ഇവരുടെ നോട്ട്സ് ടേക്കിംഗ് ആപ്പ്, ഇതൊക്കെ ഗോഡ് ടിയർ എക്സ്പീരിയൻസാണ്. ഞാൻ ഇത്ര വീണ്ടും ഇവിടെ പിച്ച് ചെയ്യുന്നത്, ഇത് ഗെയിമേഴ്സിനുള്ള ഫോണല്ല.
ഇത് നിങ്ങൾക്ക് ഒരു പിക്സൽ എന്താന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് റോ പെർഫോമൻസ് അല്ല വേണ്ടത്. നിങ്ങൾക്ക് റോ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഫോട്ടോഗ്രാഫിക്കുള്ള ക്യാമറ ആണോ വേണ്ട, അല്ല. പക്ഷെ നിങ്ങൾക്കൊരു ഓൾറൗണ്ടർ, ഒരു കിഡിലം സിംബയോട്ടിക് എക്സ്പീരിയൻസ് വേണമെങ്കിൽ യു ഹാവ് ടു എക്സ്പീരിയൻസ് പിക്സൽ. ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൈസ്, ഹീറ്റിംഗ് ഭയങ്കരമായിട്ടൊന്നും ഇല്ല. പക്ഷേ ഒരു തണ്ണിമത്തൻ്റെ കണക്ക് തണുത്തിരിക്കുന്നൊന്നും അല്ല, ഒരു ഹീറ്റിംഗ് ഉണ്ട്. ഈ നമ്മളൊരു കേസ് ഒക്കെ ഇട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കാഷ്വൽ യൂസേജിന് നിങ്ങൾ ആ ഹീറ്റിംഗ് ബോധർ ചെയ്യത്ത് പോലും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ദ മൊമെന്റ് യു സ്വിച്ച് ടു ഗെയിമിംഗ്, ഫോൺ അത്യാവശ്യം വാം ആവും, നല്ലോണം ചൂടാവും, അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ എങ്ങനെയുണ്ട് പയ്യൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ ഗൈസ്, ഓഫ് കോഴ്സ് ടെൻസർ G5 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്, അത് എന്തോത്തിനെ ബേസ്ഡ് ആണെന്ന് ചോദിച്ചാൽ ഗൈസ് മിക്കവർക്കും അറിയാം. TSMCയുടെ 3 nm ചിപ്സെറ്റ് ആണ്. വെരി പവർഫുൾ, വെരി എഫിഷ്യൻറ്റ്. പക്ഷേ എനിക്കൊരു കാര്യം ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഓണസ്റ്റ്ലി ഇതിൻ്റെ GPU ഞാൻ ഭയങ്കര കിടിലമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. GPUയുടെ പേര് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് പറയാം. ഇതൊരു കസ്റ്റം മെയ്ഡ് GPU. അതാ നമുക്കിപ്പം ഗൂഗിളിനല്ല, സ്നാപ്ഡ്രാഗൻ്റെയോ അതൊന്നുമല്ല, PowerVR DXT48 എന്ന് പറയുന്നൊരു GPU. ഗെയിം കളിക്കാൻ പറ്റും. പക്ഷേ ഗെയിം കളിക്കാനാണോ ഈ ഫോൺ വാങ്ങിക്കണമെങ്കിൽ പ്ലീസ് ഡോണ്ട് ബൈ ദിസ്. ഈ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, ഒരു കോർപ്പറേറ്റ് യൂസേജ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കാഷ്വൽ യൂസർ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം, നല്ലൊരു കമ്പാനിയൻ വേണം, ഫോട്ടോസ് അത്യാവശ്യം എടുക്കാനുണ്ട്, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് ഫോണ് കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കണം എന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പിക്സലിലേക്ക് പോവാം. ഗെയിമിങ്ങിന് വേണ്ടി പ്രോ ആയിട്ട് പ്ലീസ് ഡോണ്ട് ബൈ ദിസ്. ഹീറ്റിങ്ങും തെർമൽസ്, ഈ ചിപ്പ് അതിന് വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതല്ല. നിങ്ങൾ ഗീക്ക് ബെഞ്ച് മാർക്സും ഒക്കെ നോക്കുമ്പം ഒന്നും ഒരു പ്രശ്നമില്ല. പിന്നെ കോളിൻ്റെ എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടില്ല. ഇത് കുറേ നാളായിട്ട് മുതലാളി ഇതിന് യൂസ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ഇഷ്യൂ ഉണ്ടായില്ല. വൈഫൈ റിസപ്ഷൻ, സെൽ റിസപ്ഷൻ കാര്യങ്ങളെല്ലാം നല്ലതാണ്. പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലവർക്ക് ഡ്രെയിനിങ് ഒക്കെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് അങ്ങനെ ഡ്രെയിനിങ് ഒന്നും തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ഞാൻ വൈഫൈയുടെ അണ്ടറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം നിങ്ങൾ ബാറ്ററി ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8 hours സ്ക്രീൻ ഓൺ ടൈം പുഷ് ചെയ്യാൻ പറ്റും. പക്ഷേ റിയലിസ്റ്റിക്കലി ഞാൻ അത്രയൊന്നും പറയുന്നില്ല. നിങ്ങൾ 5G ഒക്കെ ഇട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഗൈസ് അത്രയൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്കൊരു 7 hours ഒക്കെയാണ് ഞാനൊരു മിനിമം ടാലി ആയിട്ട് വെക്കുന്നത്. അഗൈൻ പെർഫോമൻസ് സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് എനിക്ക് പറയാനുള്ള, ഡേ ടു ഡേ ടാസ്ക് ഒക്കെ ബ്രീഫാണ്, ചുമ്മാ പൊക്കോളും. പിന്നെ 256 ആയിട്ട് തന്നെ UFS 4.0 സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. സോ ഫാസ്റ്റ് സ്റ്റോറേജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഡോണ്ട് വറി അബൌട്ട് പെർഫോമൻസ്. കാഷ്വൽ യൂസർ ആണെങ്കിൽ, പക്ഷേ ഗെയിമേഴ്സിനാണെങ്കിൽ എടുക്കില്ല കേട്ടോ. പക്ക ഞാൻ ഡിസ്റ്റിങ്ഷൻ പറയുകയാണ്. നിങ്ങൾക്കിപ്പോൾ പവർ ഹംഗ്രി അല്ല പവർ യൂസർ ആണെങ്കിൽ നോട്ട് എ ഫോൺ ഫോർ യു. പക്ഷേ യു ആർ എ സിമ്പിൾ യൂസർ ഹൂ നീഡ്സ് എ പവർഫുൾ ചിപ്സെറ്റ്. അതാണിത്. സിമ്പിൾ യൂസറാണ്, പക്ഷേ നല്ല പവർഫുൾ ആയിട്ടൊരു ചിപ്സെറ്റ് ആണ്. പക്ഷേ ലിമിറ്റിലേക്ക് പുഷ് ചെയ്യാനൊക്കെ പയ്യൻ ഇച്ചിരി മടിയാണ്. ഒരു സ്ലഗിഷ് എന്ന് പറഞ്ഞാൽ ഒരു അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനം, ഭയങ്കര ലോ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണെന്ന് പറയുക. റാം മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയറിൽ പക്ക എപ്പിറ്റോം. ഹൗ ഇസ് ദ ക്യാമറ? ഞാൻ കുറച്ച് നാളായി പിക്സലിൻ്റെ ക്യാമറാസ് ഉപയോഗിച്ചിട്ട്. എനിക്ക് മനസ്സിൽ ആദ്യമേ വന്നു നാച്ചുറൽ സ്കിൻ ടോൺ, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള HDR, ഡൈനാമിക് റേഞ്ച് ബാലൻസിങ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആണോ എന്ന് വെച്ചാൽ അല്ല. ഈ പ്രൈസ് റേഞ്ചിനകത്ത് നിങ്ങൾക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറ സിസ്റ്റം ആണോ കിട്ടുന്നത്? യെസ്, ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് എൻ്റെ കാഴ്ചയിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം മെയിൻ ട്രിപ്പിൾ ഷൂട്ടർ 48 MP, 13 MP, 10 MP ആണ്. പക്ഷേ പിക്സൽ ആയതുകൊണ്ട് തന്നെ നെവർ ഞാൻ സ്പെക്ക് നോക്കി ജഡ്ജ് ചെയ്യത്തില്ല. അതങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് വൈഡ് ആംഗിൾ 13 MP എടുക്കുന്ന ഫോട്ടോസ് എപ്പോഴും ശരിക്കും ഇതിൻ്റെ കോമ്പറ്റീഷനൊക്കെ കാട്ടിയും സത്യത്തിൽ നല്ല ഷാർപ്പാണ്. അവരുടെ പ്രോസസ്സിങ് അത്യാവശ്യം നല്ലതാണ്. രാത്രിയിലത്തേക്ക് വരുമ്പം ഫോട്ടോസൊക്കെ ഇച്ചിരി സോഫ്റ്റ് ആക്കും. ആ ഒരു പ്രവണത നമുക്ക് കാണാൻ പറ്റും. പിന്നെ വീഡിയോസിനേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല വീഡിയോസ് തന്നെ. വീഡിയോ ക്വാളിറ്റീസ് ആർ സുപ്രീം. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ നോട്ട് ദ ബെസ്റ്റ് ഫോട്ടോ ക്യാമറ ഓർ ദ വീഡിയോ ക്യാമറ, പക്ഷേ ഈ പ്രൈസ് റേഞ്ചിനകത്ത് ഡെഫിനറ്റ്ലി ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോ കേപ്പബിലിറ്റി. സോ ഓവറോൾ ഞാൻ ഇവനെ എങ്ങനെ സമ്മപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. യു വാണ്ട് സംതിങ് യുണീക്ക്, യു വാണ്ട് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാധനം വേണം. എന്നാൽ ഇത്രയും നാൾ പിക്സൽ റെക്കമെൻഡ് ചെയ്യുമ്പോൾ അതിന് ഫണ്ടമെൻ്റലായിട്ട് ഇച്ചിരി ഫ്ലോസ് ഉണ്ടായിരുന്നു. ഓവർ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, സെല്ലുലർ റിസപ്ഷന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ ഫ്ലോസ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിക്സൽ 10 Proനെ വെച്ച് നോക്കുമ്പം നിങ്ങൾ ലിറ്ററലി ഇവിടെ ഒന്നും സാക്രിഫൈസ് ചെയ്യുന്നില്ല.
ആകെ സാക്രിഫൈസ് ചെയ്യുന്ന എനിക്കൊന്ന് ആ പ്രൊമോഷൻ ഡിസ്പ്ലേയും പിന്നെ ചെറുതായിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഒരു പിക്സൽ 10 ഇസ് എ സോളിഡ് പർച്ചേസ് എന്ന് എനിക്ക് പറയാം. എസ്പെഷ്യലി നാട്ടിന് വെളിയിൽ പോകുന്നവർക്കൊക്കെ ഇത് നല്ല വിലക്കുറച്ച് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വിയറ്റ്നാം, ദുബായ് എന്നൊക്കെ അവരുടെ അടുത്തൊക്കെ ഐഫോൺ മേടിച്ചുകൊണ്ട് വരുന്നതിന് അവരുടെ പിക്സൽ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ നല്ലതാണ്. ഫ്രണ്ട് ഫേസിങ് ക്യാമറകൾ എങ്ങനെ സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്ന് നോക്ക്. ഞാൻ പക്ക വെയിലത്തേക്ക് ഇറങ്ങാം. അതുപോലെ ചാനൽ ചെറുതായിട്ടൊന്ന് ഡൗൺ ആണ്. നിങ്ങളുടെ ലൈക്ക് ഇൻ സബ്സ്ക്രൈബ് വുഡ് വാല്യൂ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഗൈസ് പിക്സലിൻ്റെ സർവീസ് സത്യം പറഞ്ഞാൽ കേരളത്തിലും ട്രിവാൻഡ്രത്തിലും കൊച്ചിയിലും ഒക്കെ ഉണ്ട്. ഭയങ്കര മോശം സർവീസ് ഒന്നും അല്ല. ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റിയെന്ന് വെച്ചാൽ കടക്കാർക്ക് ഇതിനകത്ത് വലിയ മാർജിൻ ഇല്ല പിക്സൽ എടുത്ത് കൊടുക്കുന്നതിനകത്ത്. അതുകൊണ്ട് തന്നെ അവന്മാരങ്ങനെ എടുത്ത് വെക്കാറുമില്ല. സിംപ്ലി കടയിൽ ചെല്ലുമ്പം അവർ ഭയങ്കരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സർവീസ് ഡൗൺ പ്ലേ ചെയ്യുക. അവർക്ക് സാധനം വിറ്റ് വേണം, അതാണ് അവരുടെ ഒറ്റ ഗോൾ. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫോൺ തരണമെന്നല്ല, ഒരിക്കലും അല്ല. ഒരിക്കലും ഒരു കടയിൽ ചെന്നാൽ അവന്മാർക്ക് ടാർഗറ്റ് ഉണ്ട് തലയിൽ, നിങ്ങളുടെ തലയിൽ സാധനം അടിച്ചു തരും. അത് മാത്രമായിരിക്കും അവരുടെ തലയിൽ പോകുന്നത്. നിങ്ങൾക്ക് നല്ല ഫോൺ തരണമെന്നോ അല്ല, ഒരിക്കലും അല്ല. ആ ഒരു സംഭവം ജസ്റ്റ് തലയിൽ കയറ്റി വെക്കുക. പിന്നെ ഇതിനും വലിയ മാർജിൻ കുറവായിട്ട് തന്നെ അവന്മാർ പുഷ് ചെയ്യാറുമില്ല. പിന്നെ വരുന്നവരുടെ അടുത്തൊക്കെ ഡൗൺ പ്ലേ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. ഓരോ കടയിലും പിക്സൽ ഭയങ്കരമായിട്ട് ഡൗൺ പ്ലേ ചെയ്യുന്നു. അത് ഭയങ്കര ബാഡാണ് ഗൈസ്. കുഴപ്പമില്ലാത്ത സർവീസ് ഒക്കെ ഉണ്ട്. സർവീസ് റിലയബിലിറ്റി നിങ്ങൾക്ക് ഐഫോൺ എങ്ങനെ സർവീസ് കിട്ടും അതേപോലെ തന്നെ ഇതിനെ സർവീസ് കിട്ടുമെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ 7 years ഓഫ് OS അപ്ഡേറ്റ്, അതും പിക്സലിനെയാണ്. അതുകൊണ്ട് എക്സ്ക്ലൂസിവിറ്റി നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട്. പിന്നെ ഒരുപാട് എക്സ്ക്ലൂസീവ് OSും കാര്യങ്ങളൊക്കെ ഉണ്ട്. യു ആർ ആൻ എക്സ്ക്ലൂസീവ് കമ്മ്യൂണിറ്റി മെമ്പർ ഓഫ് ടീം പിക്സൽ എന്ന് പറയാറുള്ളൂ. ഞാൻ ഈ പിക്സൽ റെക്കമെൻഡ് ചെയ്യും. യെസ്, നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ബെസ്റ്റ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, അത്യാവശ്യം നല്ല ക്യാമറ, നല്ല ബാറ്ററി ലൈഫ്, കുഴപ്പമില്ലാത്ത പെർഫോമൻസ്, ഇടയ്ക്കിടയ്ക്ക് കാഷ്വലി ഗെയിം കളിക്കാൻ പറ്റും, നിങ്ങളുടെ പൈസ ഉണ്ട്, യു വോണ്ട് ടു ട്രൈ സംതിങ് ഡിഫറെൻറ്റ്, ഗൈസ് ട്രൈ പിക്സൽ. ഇപ്പോൾ ഇതൊരു സേഫ് ഓപ്ഷനാണ്. യു വോണ്ട് റിഗ്രറ്റ് ഇറ്റ്, എന്നെ വിശ്വസിക്കാം. ആൻഡ് എനിക്ക് ഈ വർഷം ഉപയോഗിച്ചാൽ ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള ഫോൺ ഇതാട്ടോ. ഐ റിയലി ലവ് ഇറ്റ്. ഇറ്റ്സ് യുവർ ബോയ് ശ്രീ ഹിയർ. ടോക്ക് ടു യു ഗൈസ് ലേറ്റർ. ലവ് യു.